എന്റെ പഠിപ്പിത്തിരി കുറവായിരുന്നെങ്കിലും അച്ഛന്റെ ജോലി തന്നെ അവരെനിക്ക് തന്നു. എന്തായാലും അവിടെ പോയേ പറ്റൂ. ഞാൻ അവിടെ പോയി സെറ്റായി കഴിയുമ്പോൾ നിങ്ങളെല്ലാം വിളിക്കുക, അപ്പോ വരണം. നിന്റെ അച്ഛൻ എവിടുന്നോ ഇത് പെട്ടെന്ന് വന്നിട്ട് വന്ന സ്പീഡിൽ തന്നെ വടിയായി പോയല്ലോ. അയാളുടെ ജോലി എങ്ങനെയാ നിനക്ക് തന്നിരിക്കുന്നത്? ഈ ജോലിയുടെ പേരും വെച്ച് നീ കൊച്ചിയിലേക്ക് പോകാൻ നോക്കുന്നു. ഇതൊക്കെ എന്തോ സ്വപ്നം പോലെ ഉണ്ടാ. നിങ്ങളൊന്നും ടെൻഷൻ ആവണ്ട, ഞാൻ എവിടെ പോയാലും എന്റെ മനസ്സ് ഇവിടെ തന്നെ ഉണ്ടാവും. എടാ ഞങ്ങളെ വിട്ടേക്കടാ, ആദ്യം നീ അവളെ പോയൊന്ന് സമാധാനിപ്പിക്കേ. സമാധാനിപ്പിക്കാൻ ബാഗ് എന്തിനാടാ? ബാഗ് എന്തിനാ ചോദിച്ചാൽ ഇവനെന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ? സുഖു എന്താണ് കാണിക്കുന്നതെന്ന് അങ്ങേക്ക് മനസ്സിലായോ? എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. എല്ലാം പുതുമയുള്ള കാര്യങ്ങളാണല്ലോ. കരയാതെ മില്ലി, നീ ഇല്ലെങ്കിൽ എന്റെ അമ്മനെ വേറെ ആരെങ്കിലും കൊണ്ട് കെട്ടിക്കും സുഖു. അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല. നിന്റെ കഴുത്തിൽ താലി കിട്ടുന്ന ഈ ഞാനായിരിക്കും. നീ എന്നെ കെട്ടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായും മരിക്കും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ എത്രയും പെട്ടെന്ന് നിന്നെ തിരിച്ചു വരും, കേട്ടില്ലേ? എടാ സുഖു, താങ്കളുടെ വാഹനം വന്നിരിക്കുന്നു. അതിന്റെ താഴെ നിന്റെ തല വെച്ചാൽ എല്ലാം ശരിയാവും. എടാ സുഖു, വണ്ടി ഒന്ന് കേറ്. കണ്ടില്ലേ? കേറ്. ഞങ്ങൾ നോക്കണം. കേറ്. വണ്ടി നോക്കണേ, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. കൊണ്ടുവരാം. ഇന്നലെ നിങ്ങൾ കൊടുത്ത എമൗണ്ട് ഒക്കെ ക്ലിയർ ആയി സാറേ, ഒന്ന് ചെക്ക് ചെയ്യേ. മാതി നിർത്തണുണ്ടോ? ആ ബ്രോക്കർ എന്തിയെ? ഞാൻ എവിടെ ഉണ്ട്? ദേ സാറേ വന്നു. ഹലോ, ഹായ്. മൈ നെയിം ഇസ് രമണ, 7 Hills രമണ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ എന്താണെങ്കിലും വിറ്റ് തരും. 2 ദിവസം മുമ്പായിരുന്നു അനകൊണ്ട ഡയറക്ടറിനെ 7 മണിക്കൂറിൽക്കകം വിറ്റ് കൊടുത്തത്. ആദ്യം എന്റെ ഫ്ലാറ്റ് വിറ്റ് തന്നേ. എന്താ പറ്റിയേ? ആഫ്റ്റർ ഓൾ ഒരു ഫ്ലാറ്റ്. ഇന്നലായിരുന്നു ലാലേട്ടന് വേണ്ടി ഒരു പ്ലോട്ട് വിറ്റ് കൊടുത്തത്. ഷോക്കാവേണ്ട, നമ്മുടെ സ്ഥലത്ത് തന്നെയാ. കിങ് ഫിഷറുടെ എല്ലാ ഫ്ലൈറ്റ്സും വിറ്റ് കൊടുത്തത് ഞാനല്ലേ. ബ്രോക്കർ കമ്മീഷൻ തരാത്തോണ്ടേ ഒരു ഫ്ലൈറ്റ് ഞാൻ തന്നെ അങ്ങ് എടുത്തു. പിന്നെയല്ലേ ഈ ചെറിയ ഫ്ലാറ്റ്. കൊറേ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ആരും വാങ്ങാനായിട്ട് മുന്നോട്ട് വരുന്നില്ല. അതെയോ? ആക്ച്വലി ഫ്ലാറ്റിൽ എന്താണ് പ്രശ്നം? പ്രേതമാണ് പ്രശ്നം. അത് വിൽക്കണ്ട, അങ്ങനെ തന്നെ വിട്ടേക്കാന്ന് വിചാരിച്ചു. പക്ഷെ കുടുംബ ജോലിസ്യരാ പറഞ്ഞത് അത് വിറ്റില്ലെങ്കിൽ എനിക്ക് പ്രശ്നമായിരിക്കും. ആ പ്രോപ്പർട്ടിയുടെ വില 2 കോടി രൂപയാണ്. ഇനിയിപ്പോ എത്ര അങ്ങോട്ട് കുറഞ്ഞാലും ശരി, ആ ഫ്ലാറ്റ് വിറ്റേക്കാം. ആ അപ്പാർട്ട്മെന്റ് സംബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇനി എത്ര കുറഞ്ഞാലും സാരമില്ല, നീ അത് വിറ്റ് തന്നേക്ക്. യു ഡോണ്ട് വറി. നിങ്ങളുടെ ആ പ്രേതമുള്ള ഫ്ലാറ്റ് ഞാൻ പെട്ടെന്ന് വിറ്റ് തരാം. നമുക്ക് വേണ്ടി ഒരു മണ്ടനെ ദൈവം കാണിച്ചു തരും. കെട്ടിടത്തിനൊക്കെ എന്തൊരു വലിപ്പോ! എന്റെ റേഞ്ചിന് ഇവിടെ ഒരു വീട് പോലും കിട്ടില്ലെന്ന് തോന്നുന്നു. വീട് വിൽക്കപ്പെടും. അടിപൊളി. ഇവിടെ ചോദിച്ചു നോക്കാം. സാർ, ആരാടാ അത്? വീട് വാങ്ങാൻ വേണ്ടി വന്നതാ സാറേ. കേറി വരാൻ പറ. നമസ്കാരം സാർ. ആരാടാ നീ? പുറത്ത് വീട് വിൽക്കാനുണ്ടെന്നുള്ള ബോർഡ് തൂക്കിയിട്ടിട്ടില്ലേ? അതെ, അതിനെന്താ? ഒരു വീട് വേണം സാർ. ആർക്കാ? നിനക്കോ നിന്റെ മുതലാളിക്കോ? എനിക്കാണ് സാർ. ആളെ കണ്ട് സാർ വിലയിടണ്ട. ഈ ബാഗിൽ മൊത്തം 20 ലക്ഷം രൂപയുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇതാ അവിടെയാണത്. വാവ്, 20 lakhs. കേൾക്കാൻ തന്നെ എന്താ രസം. അനിയാ ചേട്ടാ, മൈ നെയിം ഇസ് 7 Hills. വാട്ട് ഈസ് യുവർ നെയിം? എന്റെ നെയിം സുഗു എന്നാ ചേട്ടാ. SUGUMANDAN 095601 0 മാറ്റി കഴിഞ്ഞ 1. നിനക്ക് ഭാഗ്യം കുറച്ചൊന്നല്ല, അതുകൊണ്ടല്ലേ എന്റെ അടുത്ത് വന്നിരിക്കുന്നേ. നിനക്ക് 20 ലക്ഷത്തിന് വീട് വേണ്ടേ? അതാണ് വേണ്ടത് ചേട്ടാ. കറക്റ്റ് ചേട്ടാ. കയ്യിൽ 20 ലക്ഷം കൊണ്ടുവന്നിട്ടുണ്ടോ? എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. നോക്ക്, ഇത് കണ്ടില്ലേ? റെഡി ക്യാഷ്. വെരി ഗുഡ്. ഈ വീട് വിൽക്കാനും വാങ്ങാനേ എന്റെ കയ്യിൽ കുറച്ച് സ്പെഷ്യൽ ടെക്നിക്സ് ഒക്കെ ഉണ്ടെന്നേ. സത്യമായിട്ട് വാങ്ങി തരില്ലേ ചേട്ടാ? 20 ലക്ഷത്തിന് നല്ല അടിപൊളി വീട് കിട്ടും. നമുക്ക് നോക്കാം. ഇതാണ് മണിമംഗലം. മണി മീൻസ് ക്യാഷു, മംഗളം മീൻസ് എല്ലാം ശുഭം. ഇവിടെ വീടുണ്ടെങ്കിലേ കോടീശ്വരനാകും. ഓഹോ, ഈ ഏരിയയിലൊക്കെ വീട് കിട്ടുന്നതേ അത്ര എളുപ്പമുള്ള കാര്യമല്ലേ അനിയാ. അതെ ബ്രോ, ഏറ്റവും ടോപ്പ് ഫ്ലോറിലുള്ള വീട് ആ കാണുന്നതോ? കൊള്ളാവോ? കൊള്ളാം ചേട്ടാ, നന്നായിട്ടുണ്ട്. ഇവിടുത്തെ വാച്ച്മാനും കാണുന്നില്ലല്ലോ. എനിക്കിതെങ്ങനെ അറിയാൻ ചേട്ടാ? ഞാൻ ബ്രോനോടല്ല പറഞ്ഞത്, ഇവിടുത്തെ വാച്ച്മാനെ കാണുന്നില്ല, അന്വേഷിച്ചോണ്ടിരിക്കുക. ഇത്രയും വലിയ വീടായിട്ട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എല്ലാവർക്കും എന്നെ പോലെ നല്ല ബ്രോക്കറിനെ കിട്ടണ്ടേ, നിനക്ക് കിട്ടിയ പോലെ. ചേട്ടാ, ഇതാണ് വീട്. അകത്തേക്ക് ചെന്നോ.
ചേട്ടനും കൂടി വാ. അകത്തെ എനിക്ക് സിഗ്നൽ കിട്ടില്ല, ഞാൻ പോയി കോൾ ചെയ്തിട്ട് വരാം. ചെല്ല് ബ്രോ, പോയി വീടൊക്കെ ഒന്ന് കാണ്. ഞാനല്ല. ഇങ്ങോട്ട് വാ ചേട്ടാ, ഇങ്ങോട്ട് വാ ചേട്ടാ. നീ വീട് കണ്ടാ പോരെ, എന്തിനാ ചേട്ടാ, നോക്ക് ചേട്ടാ. എന്റെ പൊന്നു ചേട്ടാ, സത്യമായിട്ട് ഈ വീട് എനിക്കുള്ളത് തന്നെയാണോ ചേട്ടാ? ഈ വീടായതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ചെല്ല്, എല്ലാം നന്നായിട്ടുണ്ടോ ചെക്ക് ചെയ്യാം. ആഹാ, ഈ ടേബിളൊക്കെ കറങ്ങിയിട്ടുണ്ടല്ലോ. വീടാണല്ലോ, കാണാൻ നല്ല താജ് ഹോട്ടൽ പോലെ ഉണ്ട്. ഇതാണോ ഈ മോന്തയ്ക്ക് ഞാൻ 20 ലക്ഷത്തിന് വിൽക്കുന്നത്? പ്ലാൻ ബി. പ്രദീപ, സോറി മിസ്റ്റർ പ്രദീപ് സർ, നിങ്ങൾ മണിമംഗലത്തെ ഒരു വീട് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ശിവക്ഷേത്രത്തിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷന്റെ ബാക്ക് സൈഡുള്ള അപ്പാർട്ട്മെന്റിലെ 4th ഫ്ലോറിലെ വീട് ശരിക്കും അതന്നെയാണോ? അതാണല്ലേ. വീട് കൊട്ടാരം പോലെ ഉണ്ടല്ലോ. ഇതാണോ 20 ലക്ഷത്തിന് വിൽക്കുന്നത്? ശരിക്കും ഇവിടെ പ്രേതം ഉണ്ടോ? വന്നു ചേട്ടാ, ഉണ്ട്. ചേട്ടാ, ചേട്ടാ എന്തിനാ അലറിയത്? ഒന്നുമില്ല. നിനക്ക് വീട് ഇഷ്ടായോ? വീട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ചേട്ടാ. എല്ലാം ചേട്ടാ, കഴിഞ്ഞ്. ഒരു ചെറിയ ഡൗട്ട്. എന്താ? ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് സ്വന്തമായിട്ട് കിട്ടില്ലേ? ഈ വീട്ടിലുള്ള കല്ല്, മുള്ള്, ചെടി, ഇല, മരം എല്ലാം നിന്റെതാ. നീ തന്നെ യൂസ് ചെയ്തോ? ചേട്ടാ, ചേട്ടാ, ഈ സിനിമയിലൊക്കെ കാണുന്ന വീടില്ലേ, അതുപോലെ തന്നെയുണ്ട് ചേട്ടാ. അടിപൊളിയായിട്ടുണ്ട്. തൊട്ട് നീ സിനിമയിലുള്ളത് ഒന്നുമില്ല. ഈ വീട് നിനക്കാണ് പെർഫെക്റ്റ് മാച്ച്. അങ്ങനെ ഈ വീട്ടില് ആരും താമസിക്കുന്ന പോലെ തന്നെ വൃത്തിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. ചേട്ടാ, സംസാരിച്ചിരുന്ന ചേട്ടനാ ഇപ്പൊ മിണ്ടായിരിക്കുന്നത്. ജോലിക്കാരി ദിവസം ഇവിടെ വന്നിട്ട് വൃത്തിയാക്കിട്ട് വീണ്ടും വീട്ടിലേക്ക് വരും. അതുകൊണ്ട് എത്ര വൃത്തി. ചേട്ടാ, ഒരു പ്രാവശ്യം കൂടി ഞാൻ ഈ വീട് ചുറ്റി കണ്ടു. അതിനെന്താ, എത്ര വേണം എല്ലാം ചുറ്റി കാണാം. താങ്ക്സ് ചേട്ടാ. കണ്ടല്ലോ, എങ്ങനെയുണ്ട്? സൂപ്പർ ചേട്ടാ. വേണ്ടത്. ഒരു ഡൗട്ട് കൂടി, വീണ്ടും ചോദിക്കുന്നോട് തെറ്റിദ്ധരിക്കില്ലേ? വീണ്ടും എന്താടാ? വീടിന്റെ കൂടെ ഇവിടുള്ള സാധനങ്ങളെല്ലാം എനിക്ക് തരൂലല്ലേ? ഈ സാധനങ്ങളോ? എല്ലാം. അതെ ചേട്ടാ. ഈ ചെയറ്, TV, ടീപോയ്, കിച്ചണിലെ സോഫ എല്ലാം നിനക്ക് തന്നെ. എടുത്തോ, എല്ലാം നിനക്കാ. അപ്പൊ നമുക്ക് രജിസ്റ്റർ ചെയ്യാലോ. വെയിറ്റിംഗ്. പെട്ടെന്ന്. ഇനി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. നമസ്കാരം ബാബ. എന്താ നീലകണ്ഠ, നല്ല സന്തോഷത്തിലാണല്ലോ ഉള്ളത്. അങ്ങയുടെ കൃപയാൽ ഞാനും എന്റെ മോനും ഇപ്പൊ രാഷ്ട്രീയത്തിലാണ് ബാബ. നല്ല പദവിയിലാണ് ബാബ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നരബലി സാധാരണ കാര്യമല്ല, അതിന്റെ ശക്തിയെ വേറെ. അതെ ബാബ. നീ പറ. ഒരു ചെറിയ സംശയമുണ്ട് ബാബ. സംശയവും? എന്ത് സംശയം? അതായത് ഈ പ്രേതവും ഭൂതവും ഒക്കെ സത്യമായിട്ടും ഉണ്ടോ? അങ്ങനെ ചോദിക്കാൻ കാരണം? ഞങ്ങള് ബലി കൊടുത്ത പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ വന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പ്രേതങ്ങൾ ശരിക്കും പകപോക്കാറുണ്ടല്ലോ, അതുകൊണ്ടായി ചോദിക്കുന്നത്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാത്ത ആത്മാക്കൾ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കും. പ്രേതാത്മാക്കളായി ചുറ്റിക്കറങ്ങും. മനുഷ്യനും പാമ്പുകൾക്കും മാത്രമല്ല, അതുപോലെ പ്രേതങ്ങൾക്കും പകയുണ്ട്. പേടി തോന്നുന്നു ബാബ. പേടിക്കരുത്, നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം. ഓ മൈ കരിങ് കരിങ് ഗാൻസ.